നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു ചുരിദാർ കട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കട്ട് ചെയ്ത ചുരിദാർ എങ്ങനെ വളരെ എളുപ്പമായിട്ട് എൻ്റെ ഒരു മെത്തേഡിൽ എങ്ങനെ തയ്ച്ചെടുക്കുന്നു എന്നുള്ളതാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ അന്ന് കട്ട് ചെയ്ത് വെച്ചതിൽ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കഴുത്തും കൈയും എല്ലാ ഭാഗവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചുരിദാർ തയ്ക്കുമ്പോൾ നമ്മൾ ലൈനിങ് ഇല്ലാത്ത ചുരിദാറാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുത്തിന് ഇതുപോലത്തെ ഒരു പീസ് വെച്ചിട്ട് വേണം കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ കഴുത്തിന് വെച്ച് കൊടുക്കേണ്ട ആ പീസിൻ്റെ 3 വശവും ഒന്ന് തയ്ച്ചെടുക്കാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. തുടക്കക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ 3 ഭാഗങ്ങളൊന്ന് വേഗം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നമ്മൾക്ക് തയ്യലിലേക്ക് കിടക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ബാക്ക് വശത്തെയും ഫ്രണ്ട് വശത്തെയും കഴുത്തിന് തയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ച ആ കട്ട് പീസിൻ്റെ 3 വശവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലെ കഴുത്ത് ഭാഗം എടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസ് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ തുണിയുടെ നല്ല വശമാണ്, അപ്പുറം നമ്മൾ ഉൾവശമാണ് കാണിക്കുന്നത് അല്ലേ. ഈ ഭാഗമില്ലേ നമ്മൾ കാണുന്ന വശം. അപ്പോൾ ഈ കട്ട് ചെയ്ത നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കട്ട് പീസ് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വശവും നമ്മൾ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് വെക്കുക. അത് മാറിപ്പോവാതെ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു വൃത്തി കിട്ടില്ല തയ്ച്ച് വരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം കഴുത്ത് കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവുകയൊന്നും ചെയ്യാതെ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അത് കൂട്ടി തയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് റൗണ്ടായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ കഴുത്തിൻ്റെ ആ ഒരു കട്ട് പീസ് നമ്മൾ കഴുത്തിനോടൊപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ അതൊന്ന് ഇതുപോലെ മറിച്ച് കൊടുക്കുക. ഇതുപോലെ മറിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കുക. എന്നാലാണ് അതിൻ്റെ ആ ഒരു സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കഴുത്തിന് മുകളിൽ വെച്ച് തയ്ച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ മറിച്ച് കൊടുത്തു. ഇനി നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ആ അരികിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അത് അരികിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ താഴത്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് മേലേക്ക് കാണാത്ത വിധം വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ചുരിദാറൊക്കെ ഇടുന്ന നമുക്കറിയാം നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഭംഗിയില്ലേ. അപ്പോൾ അതുപോലെ തന്നെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ബാലൻസ് വന്നിട്ടുള്ള തുമ്പ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തല്ലോ അതിന് കൂടെ തന്നെ മറ്റൊരു സ്റ്റിച്ചിങ്ങും കൂടി കൊടുക്കുക. അതിങ്ങനെ കഴുത്ത് പുറത്തേക്ക് ഇങ്ങനെ മറിഞ്ഞ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒന്നുകൂടെ വൃത്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു ഭാഗത്തെ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമ്മൾ കഴുത്തിൻ്റെ കാര്യം ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. അതായത് നമ്മൾ കഴുത്തിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്ത ആ പീസ് ഉണ്ടല്ലോ, ആ പീസിൻ്റെ സൈഡ് ഭാഗം, അതായത് ഇപ്പോൾ കണ്ടില്ല 3 വശം നമ്മൾ മടക്കി തയ്ച്ചു. ആ മടക്കി തയ്ച്ച ഭാഗം നമ്മൾ ചേർത്തിട്ടൊന്ന് തുന്നി കൊടുക്കണം. നമ്മുടെ ബോഡി പാർട്ട് ഉണ്ടല്ലോ അതും കഴുത്തിൻ്റെ ആ ഒരു പീസും കൂടി ഒന്ന് തുന്നി കൊടുത്താൽ മാത്രമാണ് വൃത്തി ഉണ്ടാവുക. തയ്ച്ചു കൊടുത്താൽ അത്ര വൃത്തി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് സൂചി ഉപയോഗിച്ച് തുന്നിയാണ് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടി ഇതുപോലെ കഴുത്തിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ കട്ട് പീസ് വെച്ചിട്ട് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. രണ്ട് സൈഡിലെയും കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കൽ കഴിഞ്ഞു. ബാക്കിലെയും ഫ്രണ്ടിലെയും കഴുത്ത് സ്റ്റിച്ച് ചെയ്തു. ഇനി വേണ്ടത് ഷോൾഡർ തയ്ച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ബോഡി പാർട്ട് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശങ്ങൾ രണ്ടും കൂടെ ഒരേപോലെ വെക്കുക. ഇതിൽ കാണുന്ന പോലെ വെക്കുക കേട്ടോ. നമ്മൾ ഉൾവശം പുറത്തേക്കും നല്ല വശം ഉള്ളിലേക്ക് രണ്ടിൻ്റെ ഉൾവശമായിട്ട് വെക്കുക. അതിന് ശേഷം നമ്മൾ ഷോൾഡർ തയ്ക്കുകയാണ്. ഷോൾഡർ തയ്ക്കാൻ വേണ്ടി ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് ഷോൾഡർ തയ്ച്ചെടുക്കുക. ഇത് സ്ട്രെയിറ്റ് ലൈന് കൊടുക്കരുത് കേട്ടോ. നമ്മൾ വരച്ചിട്ട് ഒരിത്തിരി ചരിവ് കൊടുക്കുക. ഇത് കണ്ടോ, ഇതിൽ വരയ്ക്കുന്ന പോലെ ഒരിത്തിരി ചരിവ് കൊടുക്കുക. സ്ട്രെയിറ്റായിട്ട് തയ്ച്ചു കൊടുക്കാതിരിക്കുക. ഇതുപോലെ ഒന്ന് ചരിച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ കേട്ടോ. നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. രണ്ട് സൈഡും തയ്ച്ചെടുക്കാം കേട്ടോ. ഷോൾഡർ തയ്ച്ചെടുക്കുന്ന വർക്കും കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഷേപ്പ് തയ്ച്ചെടുത്തിട്ട് നമ്മുടെ കൈക്കുഴി ഉണ്ടല്ലോ, കൈക്കുഴി മുതൽ നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഷേപ്പ് സ്റ്റിച്ച് ചെയ്തു. കൈക്കുഴി മുതൽ നമ്മുടെ ഓപ്പൺ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടം വരെ നമ്മൾ തയ്ച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ചുരിദാറിൻ്റെ രണ്ട് സൈഡിലെയും ഷേപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മടക്കിയിട്ട് താഴെ നിന്ന് തന്നെ മടക്കിയിട്ട് ഓപ്പൺ വരെ സ്റ്റിച്ച് ചെയ്യാതിരിക്കുക. നമ്മൾ എവിടെയാണോ ഓപ്പൺ ഉള്ളത് ആ ഭാഗം മുതൽ നമ്മുടെ താഴത്തെ ഭാഗം വരെ തുണി ഒന്ന് വലിച്ചു പിടിക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് താഴത്ത് തന്നെയാണ്, പക്ഷെ മടക്കി കൊണ്ടുവരേണ്ടത് നമ്മൾ ഓപ്പൺ എവിടെ നിന്നാണോ ആ ഭാഗം മുതലും അവിടെ നിന്ന് മടക്കി താഴെ വരെ മടക്കി കൊണ്ടുവരിക. താഴത്തിനെ മടക്കിയിട്ട് മേലേക്ക് എത്തിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതും ഒരു ഭംഗി ഉണ്ടാവില്ല. ഓപ്പണിൻ്റെ അവിടെ നിന്ന് ആദ്യത്തെ മടക്ക് കൊടുത്ത് പിന്നെ അതേ മടക്ക് അതേ ഒരളവിന് താഴത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് താഴത്തു നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഓപ്പൺ വരെ കൊണ്ടുപോകുക കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു വളഞ്ഞ് ഇങ്ങനെ പോവുകയും ചെയ്യും, ഓപ്പണിൻ്റെ അവിടെ എത്തൂല്ല, അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ മടക്കുക. ആദ്യം ഓപ്പണിൻ്റെ അവിടെ നിന്ന് മടക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് താഴെ എത്തിക്കുക. താഴെ എത്തിച്ചതിന് ശേഷം താഴെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മേലേക്ക് എത്തിക്കുക കേട്ടോ.
ഓപ്പണിൻ്റെ അവിടെ എത്തുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിലുള്ള ഓപ്പണിൻ്റെ ആ ഒരു വക്ക് വശം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇതുവരെ ഓപ്പൺ ഉള്ളത്. അവിടെ എത്തുമ്പോൾ ഇതുപോലെ സൂചി ഭാഗം ഒന്ന് സൂചിയുടെ അവിടെ നിന്ന് തുണി ഇങ്ങനെ തിരിച്ചു വയ്ക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഓപ്പണിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ മടക്കി കൊണ്ടുവരിക. പക്ഷേ ഇത് നമ്മൾ താഴത്ത് പോയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മുടെ മെഷീൻ്റെ സൂചി ഈ ഒരു ഭാഗത്ത് എത്തിയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ മടക്കിയിട്ട് താഴെ വരെ ഒരേ അളവിന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. ഇനി ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ അരികിലൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓപ്പൺ ഒന്നുകൂടെ വൃത്തിയിൽ കിടക്കും. മാത്രം ചെയ്യണമെന്നൊന്നുമില്ല. അയൺ ചെയ്ത് കൊടുത്ത് നന്നായി അയൺ ചെയ്ത് കൊടുത്താലും നല്ല വൃത്തിയിൽ നീറ്റായിട്ട് കിടക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഓപ്ഷനിൽ മാത്രമാണ്. ഇനി അടുത്ത സൈഡിലുള്ള ഓപ്പൺ കൂടെ നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ചുരിദാറിൻ്റെ അടിവശം ഉണ്ടല്ലോ, അടിവശം കൂടെ ഒന്ന് നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ ചുരിദാറിൻ്റെ അടിവശവും ഷോൾഡറും കഴുത്തും ഷേപ്പും എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ചുരിദാറിന് കൈ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കൈ വെച്ച് കൊടുക്കേണ്ട ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഭാഗം നമ്മൾ മടക്കിയിട്ടല്ലേ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് ഏറ്റവും മുകളിലുള്ള അതിൻ്റെ ഒരു നടുഭാഗം നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു അടയാളത്തിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് കൈയുടെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ ഒരു ചുരിദാറിനാണെങ്കിലും ബ്ലൗസിനാണെങ്കിലും കൈ വെച്ച് കൊടുക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ. അതായത് നമ്മൾ ഷോൾഡർ കൂട്ടി തയ്ച്ചിട്ടുണ്ടല്ലോ, ഫ്രണ്ട് ഭാഗവും ബാക്ക് വശവും കൂടി തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊരു സെൻറ്റർ ഉണ്ടല്ലേ ഇല്ലേ, ഇതുപോലെ കൂട്ടി തയ്ക്കുമ്പോൾ ആ ഒരു സെൻറ്റർ വരുന്ന ഭാഗത്താണ് ആ ഭാഗവും പിന്നെ നമ്മുടെ കയ്യിന് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കൂടി ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് വെച്ചതിന് ശേഷം ആ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ആ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ആ ഭാഗത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കൈ സ്റ്റിച്ച് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കൈയിൻ്റെ വണ്ണം ഉണ്ടല്ലോ, കൈയിൻ്റെ വണ്ണം കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചുരിദാറിൻ്റെ കൈ സ്റ്റിച്ച് ചെയ്യലൊക്കെ കഴിഞ്ഞു. കൈ രണ്ട് സൈഡിലും കൈ സ്റ്റിച്ച് ചെയ്തു. ഇനി ലാസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കഴുത്തിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്, തയ്ക്കുന്നില്ല, തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടെ തുന്നി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാറിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ.
കഴുത്ത് തുന്നലൊക്കെ കഴിഞ്ഞു. ഫൈനലി നമ്മുടെ ചുരിദാറിൻ്റെ റിസൾട്ടാണിത്. സിമ്പിളായിട്ട് ലൈനിങ് വയ്ക്കാതെ ഓപ്പൺ ഉള്ളൊരു കോട്ടൻ്റെ ചുരിദാർ. തുടക്കക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണ്. സിമ്പിളായിട്ട് നമുക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.